നിങ്ങൾ ഈ അടുത്ത സമയത്ത് വാർത്ത കണ്ടു കാണും. ഛത്തീസ്ഗഡിലും അതേപോലെ നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ആദിവാസി മേഖലയിൽ മിഷൻ വർക്കിൽ ഏർപ്പെട്ടിരിക്കുന്ന കാത്തലിക് സഭയുടെ സ്ഥാപനങ്ങളിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി. അവർ പറയുന്ന കോടികളുടെ അനധികൃതമായ പണമാണ് അമേരിക്കയിൽ നിന്ന് തിമോത്തി ഫൗണ്ടേഷനിൽ നിന്ന് വന്നിരിക്കുന്നത്. ഈ പണം ഉപയോഗിച്ച് മതം മാറ്റം, അതായത് കൺവേർഷൻ നടക്കുകയാണ്. അതുകൊണ്ടാണ് അവർ റെയ്ഡ് ചെയ്തത്. ഇതിനകത്ത് പലതും ഇലിസിറ്റായിട്ടുള്ള കണക്കുകൾ വരുന്നുണ്ട്. അത് ഇ ഡി പറയുന്നതാണ്. ഇ ഡി ഇപ്പോൾ ഏത് ആൾക്കാർക്കെതിരെയും ഒരു ഉപയോഗിക്കുന്നൊരു വെപ്പണാണ് ഇതേപോലുള്ള റെയ്ഡ്. റെയ്ഡുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സോഷ്യൽ മീഡിയയിലും അതുപോലെ യൂട്യൂബേഴ്സും പല സാറ്റലൈറ്റ് മീഡിയയും പലയിടത്തും വാർത്തകൾ വന്നു. ഇന്ത്യയിലെ നാഷണൽ ന്യൂസ് പേപ്പറും വാർത്ത കൊണ്ടുവന്നു. എന്താണ് പെട്ടെന്ന്, അതായത് BJP കേന്ദ്രം ഭരിക്കുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇതേപോലെ റെയ്ഡ് നടത്താൻ കാരണം എന്താ? അത് കേരളത്തിലെ ഈ പറയുന്ന അസംബ്ലി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. PC ജോർജും ഷോൺ ജോർജും അതേപോലെ BJPയുടെ പല നേതാക്കളും പറഞ്ഞ് ഞങ്ങൾ കാണിച്ചു കൊടുക്കാം, കത്തോലിക്ക സ്ഥാപനങ്ങൾ ഞങ്ങൾ റെയ്ഡ് നടത്തും, FCR അടപ്പിക്കും, അത് അടപ്പിക്കും, ഇത് തെറിപ്പിക്കും. അതിൻ്റെ ഭാഗമായിട്ട്, അതായത് ഒരു പൊട്ടൻഷ്യൽ ത്രെട്ട്, അതായത് ഭയപ്പെടുത്താൻ നടത്തിയ റെയ്ഡ് മാത്രമാണ് ഈ സംഭവം. അത് അമേരിക്കയുമായിട്ട് കണക്റ്റഡായിട്ട് ഓരോന്ന് പടച്ചുണ്ടാക്കുന്ന കഥകൾ. എന്താണ് ഈ കാത്തലിക് സഭ ഈ പറയുന്ന നക്സൽ, അതായത് ആദിവാസി ഏരിയയിൽ നടത്തുന്ന പ്രവർത്തനം എന്താണ്? ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യം കാത്തലിക് സഭയെ ശരിക്കും വിമർശിക്കുന്ന ഒരാളായിരുന്നു. ഈ സംഭവങ്ങളും പ്രവർത്തനവും എല്ലാം കണ്ട ശേഷമാണ് മനസ്സിലാക്കിയത് അവർ ജനങ്ങളുടെ ഇന്ന് പല അഡ്മിഷനും അതേപോലെ പലതിനൊക്കെ പണം കേരളത്തിൽ നിന്ന് വാങ്ങിയാലും അതിൻ്റെ വിനിയോഗം, അതായത് പ്രോപ്പറായിട്ട് ഇതേപോലെ ആദിവാസി മേഖലയിൽ അവർ വിനിയോഗിക്കുന്നുണ്ട്. കാരണം അത് ഞാൻ നേരിട്ട് കണ്ടു മനസ്സിലാക്കിയത്. പല ഭാഗങ്ങളിലും ഇവിടെയൊക്കെ ഗവൺമെൻറ്റിന് പോലും അവരുടെ ഒരു മിഷൻ, ഗവൺമെൻറ്റിൻ്റെ പല പരിപാടികളും നടത്താൻ പോലും പറ്റാത്ത ഏറിയാണ് ഈ ഭാഗങ്ങളിലൊക്കെ. ഇവിടെ കാത്തലിക് സഭ വലിയ സംഭവമായിട്ട് മാറി. അതായത് അവിടെ ഈ ഭരിക്കുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ് പോലും കാത്തലിക് സഭയ്ക്ക് ഓരോ കുട്ടികൾക്ക് ഇത്ര വെച്ച് ഗ്രാൻഡ് വരെ കൊടുക്കുന്നുണ്ട്. കാരണം എന്താ? ഈ നക്സലൈറ്റിൻ്റെ പിള്ളേരൊക്കെ സ്കൂളുകളിൽ പഠിക്കണം. അവിടുത്തെ ഈ ഗവൺമെൻറ് സ്കൂളുകളിലാണ് അത് യാതൊരു പ്രയോജനമൊന്നുമില്ല. അവിടെയുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻറ്റി നക്സൽ ഓപ്പറേഷൻ ഗ്രൂപ്പുകൾ തന്നെയാണ് ഈ കാത്തലിക് സഭയുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്നത് ആ കുട്ടികളെ പഠിപ്പിക്കണം, അവർ നക്സൽ ആവരുത്. അതായത് ആൻറ്റി നക്സൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ട് മാറ്റാവുന്ന സംഭവമല്ല. അത് വർഷങ്ങളെടുത്ത് ട്രാൻസ്ഫോർമേഷൻ മോഡിൽ കൊണ്ടുവന്ന ശേഷമേ ഈ റെഡ് കോറിഡോർ മാറ്റാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് പല സ്കൂളുകളിലും, അതായത് കാത്തലിക് സഭയുടെ സ്കൂളുകളിൽ ഈ പറയുന്ന നക്സൽ, അതായത് അവിടെ പഠിക്കുന്ന കുട്ടികളിൽ വലിയൊരു ശതമാനം ആദിവാസി കുട്ടികളാണ്. ഇവരൊന്നും ഫീസ് കൊടുത്തല്ല പഠിക്കുന്നത്. അപ്പോൾ ഇതിനടുത്ത് പണം ആവശ്യമുണ്ട്. ടീച്ചേഴ്സിന് പണം കൊടുക്കണം, ഈ ബിൽഡിങ് മെയിൻറ്റെയിൻ ചെയ്യണം, ഈ സ്കൂൾ എങ്ങനെയാണ് റൺ ചെയ്യുന്നത്, അതേപോലെ കുട്ടികൾക്ക് 1 നേരത്തെ 2 നേരത്തെ ആഹാരം കൊടുക്കണം, അവിടെ ഹോസ്റ്റൽ റൺ ചെയ്യണം. 5 പൈസ ഇതിൻ്റെ അകത്ത് വരുമാനമില്ല. ഈ കുട്ടികളുടെയും പേരൻസിൻ്റെയും കൊടുക്കാൻ ഈ ആദിവാസികളുടെയും പണവുമില്ല. ഉറപ്പായിട്ട് ഇതിന് വിദേശ സഹായം ആവശ്യമുണ്ട്. ഈ പറയുന്ന തിമോത്തി ഫൗണ്ടേഷൻ വർഷങ്ങളായിട്ട് ഇതേപോലെയുള്ള സ്കൂളുകൾ നടത്താനും അതേപോലെ ആശുപത്രികൾ, ഈ പറയുന്ന ഹിന്ദു ചാരിറ്റബിൾ ട്രസ്റ്റ്, ഏതെങ്കിലും ഒരാശുപത്രി ഈ ആദിവാസി മേഖലയെ കാണിച്ചു തരാൻ പറ്റുമോ? ഒരെണ്ണം, ഒരു ചെറിയ ക്ലിനിക്ക് പോലും കാണിച്ചു തരാൻ പറ്റുമോ? പക്ഷെ ഞാൻ കാണിച്ചു തരാം 100 കണക്കിന് ഈ കാത്തലിക് സഭ നടത്തുന്ന ആശുപത്രികൾ ഈ പറയുന്ന ആദിവാസി മേഖലയിലുണ്ട്. അതായത് ഈ ട്രൈബ്സിന് ഏറ്റവും കൂടുതൽ വരുന്ന സംഭവമാണ് ഈ മലേറിയ. എത്രയോ ട്രൈബ്സ് ഈ മലേറിയ വന്ന് എത്രയോ പേരാ മരിച്ചു പോകുന്ന ഒരു വില്ലേജ് തന്നെ ഇല്ലാതായിപ്പോയി. പിന്നെ ട്രൈബ്സിന് ഈ വനവുമായി ബന്ധപ്പെട്ട് മറ്റു പല അസുഖങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്, മാറാവ്യാധികളുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നത് ഫ്രീ ആയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഈ ഡോക്ടേഴ്സിന് സാലറി കൊടുക്കണം. എത്രയോ മലയാളികൾ ഡോക്ടർ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കേട്ട് കാണും, ഡോക്ടർ വിനായക് സെൻ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ പഠിച്ചിട്ട് വന്നയാളാണ്. അദ്ദേഹം അവിടെ ഡോക്ടറായിട്ടിരുന്നു. അവിടെ ഈ ആശുപത്രിയിലാണെങ്കിലും ഈ സ്കൂളിലാണെങ്കിലും അവിടെ രോഗിയായിട്ട് പല ആൾക്കാരും വരും.
പല കുടുംബത്തിൽ നിന്ന് ഈ പറയുന്ന ആദിവാസികൾ പല ആൾക്കാരും വരും. ഇവർക്കൊന്നും ആധാറും അതും ഈ പറയുന്ന രേഖകളൊന്നുമില്ല. അപ്പം അവിടെ ആര് വന്നാലും ഒരു ഡോക്ടറിൻ്റെ ഒരു പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഭാഗമാണ്, അതിനേക്കാൾ ഉപരി മാനുഷികമായ സംഭവമാണ്, നോബൽ ജോലിയുടെ ഭാഗമാണ് ഇവരെ ട്രീറ്റ് ചെയ്യുക. അതിനുശേഷമാണ് ഇവരാരാണ് എന്താണെന്നൊക്കെ ചോദിക്കുക. അതൊക്കെ പോലീസാണ് ചോദിച്ചറിയേണ്ട ആരാണ് എന്താണ് മറ്റുള്ള സംഭവങ്ങൾ. ഇതേപോലെയുള്ള ആദിവാസികളും പെണ്ണുകളും സ്ത്രീകളും കുട്ടികളും ഇത് പല ആൾക്കാരും ആശുപത്രിയിൽ വരുന്നുണ്ട്. അതിനെയാണ് ഇവർ പറയുന്നത് ഈ പറയുന്ന മാവോയിസ്റ്റുകളെ ഹെൽപ്പ് ചെയ്യുന്നു. ആലോചിച്ച് നോക്കണം. ഇതൊക്കെയാണ് ഏറ്റവും ക്രൂരത എന്ന് പറയുന്നത്. അതായത് കേരളത്തിലെ കാത്തലിക് സഭ അതിൻ്റെ വിശ്വാസികളും മെത്രാന്മാരും BJPക്ക് വോട്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞു. എന്നാൽ ഞങ്ങൾ ഇവരുടെ മിഷനെ അങ്ങ് തകർത്ത് കളയാൻ. ഇതാണ് ഉദ്ദേശം. ഈ തിമോത്തി ഫൗണ്ടേഷന് പല ആൾക്കാരും, എനിക്കറിയാവുന്ന ഈ ഫൗണ്ടേഷനിൽ പല ആൾക്കാരുമുണ്ട് ഇതിന് ഫണ്ട് ചെയ്യുന്നവർ. അതിനകത്ത് മലയാളികളുണ്ട് ഇഷ്ടം പോലെ പേര്. അത് ഈ പറയുന്ന ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ പറയുന്നത് ഇന്ത്യയിലെ പല ATMകളിൽ നിന്നും അമേരിക്കൻ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും ഉപയോഗിച്ച് ഇന്ത്യൻ കറൻസി വിഡ്രോ ചെയ്തു എന്നാണ് പറയുന്നത്. ആദ്യം ഒരു കാര്യം പറയാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ ഹിന്ദു കമ്മ്യൂണിറ്റിക്കകത്ത് ഈ ചാരിറ്റി എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇപ്പോഴാണ് അവർ കേൾക്കുന്നത്. അല്ലാതെ ഇന്ത്യയിൽ ഒരു പുല്ല് ചാരിറ്റി ഉണ്ടായിട്ടില്ല. ഈ സംഭവങ്ങളൊക്കെ പറയുന്ന പച്ചക്കള്ളവും നരേറ്റീവ്സും മാത്രമാണ്. അപ്പോൾ ഈ ചാരിറ്റിയുമായിട്ട് ഇതേപോലെ ആൾക്കാരെ സേവനം ചെയ്യുന്ന വ്യവസ്ഥയിൽ ഈ അമേരിക്കയിലുള്ള അമേരിക്കൻ സിറ്റിസൺ ആണെങ്കിലും അവിടെയുള്ള ഇന്ത്യക്കാരാണെങ്കിലും മലയാളികൾ ഇവരൊക്കെ അമേരിക്കൻ സിറ്റിസണാണ്. അപ്പോൾ അത് ഈ വോളണ്ടിയറായിട്ട് ഇതിനകത്ത് വർക്ക് ചെയ്യുമ്പോൾ അവർ ഇന്ത്യയിൽ വരും, ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരും, ഈ പറയുന്ന ആശുപത്രി വരും, ഈ ഭാഗത്തെ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ വരും. ഇതൊക്കെ അവർ മിഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന സംഭവം ഉള്ളതായ പാർട്ടായിട്ടുള്ള സംഭവമാണ്. അതേപോലെ അവിടെ പഠിക്കുന്ന കുട്ടികൾ, അതായത് NGOയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന അമേരിക്കയിലെ കുട്ടികൾ, അവർ ഇതേപോലെ ഇന്ത്യയിൽ വരാറുണ്ട്. ആ സമയത്ത് ഇവർ ഉപയോഗിക്കുന്നത് അവരുടെ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും ഉപയോഗിച്ച് അവർക്ക് ആവശ്യമുള്ള പണം കൊടുക്കും. അതായത് ഇവരുടെ ഈ പറയുന്ന ഇൻഡിവിജ്വലിൻ്റെ അവരുടെ ചെലവിനുള്ളത്. ചിലപ്പോൾ ഈ പറയുന്ന തിമോത്തി ഫൗണ്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് അവരോട് പണം, അത് അമേരിക്കൻ ബാങ്കുകളിൽ ഇടുന്ന പണമാണ്. അത് അവർ പറയുന്നത്, അതായത് ED പറയുന്നത് പത്രസമ്മേളനത്തിൽ, അതായത് പത്രത്തിന് ലീക്ക് കൊടുത്ത വാർത്തയ്ക്കകത്ത് പറയുന്നത് ഹ്യൂജായിട്ട് പണം അവർ ATM കാർഡ് ഉപയോഗിച്ച് വിഡ്രോ ചെയ്തു. ഈ ഹ്യൂജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇന്ത്യയിലെ വില്ലേജുകളിൽ മറ്റിടത്തും പോയി കഴിഞ്ഞാൽ, അതിൻ്റെ പട്ടണങ്ങളിൽ പോയി കഴിഞ്ഞാൽ ATM കാർഡ് ഉപയോഗിച്ചിട്ട് എത്രയാണ് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്? സിമ്പിൾ ലോജിക്ക് മനസ്സിലാക്കിയാൽ മതി. അതായത് ഡെലിബറേറ്റ് ആയിട്ടൊരു കള്ളക്കഥയും നറേറ്റീവ്സും ഉണ്ടാക്കിയെടുക്കുക, കാത്തലിക് സഭയെ ഭീഷണിപ്പെടുത്തുക, ഈ മെത്രാന്മാരെയും അച്ഛന്മാരെയും ഭീഷണിപ്പെടുത്തുക. കാരണം കേരളത്തിൽ അവർക്ക് വോട്ട് ചെയ്തില്ല. ഇതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട അവരെ പ്രൊവോക്ക് ചെയ്യാനുണ്ടായ കാരണം. അതിൻ്റെ പേരിലാണ് PC ജോർജ് പറഞ്ഞ് ഞങ്ങൾ കാണിച്ചു കൊടുക്കും, 2.6% ഉള്ളൂ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ RSSൻ്റെ BJPയുടെ തണലിൽ കഴിഞ്ഞാണ്. ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം, ഇന്ത്യയിലെ കാത്തലിക്സ് ആണെങ്കിലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇവിടെ RSSും BJPയും ഒക്കെ വരുന്നതിന് മുമ്പ് ഇന്ത്യയിലുണ്ട്. അത് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട്. അത് ബ്രിട്ടീഷുകാരൻ കൊണ്ടുവന്നതൊന്നും അല്ല ഇന്ത്യയിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. ചരിത്രം എടുത്ത് വായിച്ചു നോക്കുക. അന്ന് മുതൽ ഇന്ത്യയിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്, കാര്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അന്ന് ഈ പറയുന്ന പല പ്രശ്നങ്ങളും ഉണ്ടായിട്ട് ഭയപ്പെടാത്ത ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇന്ത്യയിലുള്ളവർ, അവർ ഈ പറയുന്ന RSSും BJP അതിനെ ഭരിക്കുന്നവർ, അതേപോലെ PC ജോർജ് എന്ന് പറയുന്ന വൃത്തികെട്ടവനും അയാളുടെ മകനെ ഞാൻ പറയുന്നത്, മകനൊരു ജെന്റിൽമാന്, ഈ ആൾക്കാരൊക്കെ പറയുന്ന ഓലപ്പാമ്പ് കാട്ടിയൊന്നും വരട്ടാൻ ശ്രമിക്കരുത്. അവർ തീയിൽ കുരുത്തവരാണ്. ഈ ആദിവാസി മേഖലയിൽ പോയി വർക്ക് ചെയ്യുക, ചാരിറ്റി വർക്ക് ചെയ്യുന്ന പല ആൾക്കാരും ഒരു രൂപ പോലും ഒന്നും പ്രതിഫലമില്ലാതെ ആ ജനങ്ങൾക്ക് വേണ്ടി ആ സേവനം ചെയ്യുന്ന ഏറ്റവും മോശമായ പരിസ്ഥിതിയിൽ ക്ലൈമറ്റിൽ അസുഖമുള്ളിടത്ത് അവിടെ വർക്ക് ചെയ്യുന്നവർ, അവരെ ഇതൊന്നും കാട്ടി വരട്ടിക്കൊണ്ട് കാര്യമൊന്നുമില്ല. അവർ സേവന തൽപരരായിട്ട് തന്നെ 24 hours ഇതിൻ്റെ കൂടെ നിൽക്കുന്നവരെ ഈ റെയ്ഡും കീടൊന്നും നടത്തി അവരെ വരട്ടിക്കൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. അത് കൃത്യമായിട്ട് പറയുന്ന കേരളത്തിലെ ചില സംഘപരിവാറിൻ്റെ ചാനലിനകത്തൊക്കെ പറയുന്നു മാടയാണ് കോടയാണ്, അത് ചെയ്തു ഇത് ചെയ്തു. ഒരു കാര്യം പറയാം, കേരളത്തിലെ ഇന്ത്യയിലെ കാത്തലിക്സ്, അതായത് കാത്തലിക് സഭ അവരാരെയും കൺവേർട്ട് ചെയ്യാൻ പോയിട്ടില്ല. ഉറപ്പായിട്ടും ഇവാഞ്ചലിക്കൽ സഭ പെൻഡക്കോസ്റ്റ് മാസീവായിട്ട് കൺവേർഷൻ നടത്തുന്നുണ്ട്. അവർ തുടരുക തന്നെ ചെയ്യും. കാരണം
ഇന്ത്യയിലെ ജാതി ഡിസ്ക്രിമിനേഷൻ എന്നൊക്കെ നിലനിൽക്കുന്നു. ഈ കൺവേർഷൻ മാസീവ് ആകും. 2050 ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ഹിന്ദു എന്ന് പറയുന്ന ആൾക്കാർ, ഹിന്ദുക്കൾ ഇന്ത്യയിൽ മൈനോറിറ്റി ആകും. കാരണം ഈ ജാതി വ്യവസ്ഥയാണ് ഇതിൻ്റെ അകത്തെ കാര്യം. അത് കണ്ടിന്യൂ പ്രോസസ്സായിട്ട് പോവുകയാണ്. എന്താണ് നേപ്പാളിൽ സംഭവിച്ചത്? കാരണം നേപ്പാൾ എന്ന് പറയുന്ന ഒരു ഹിന്ദു രാജ്യമായിരുന്നു. ഒരു ബേസിക്കലി ഹിന്ദു ബേസ് ഐഡിയോളജിയിലുണ്ടായ ഒരു രാജ്യമാണ് നേപ്പാൾ. ആ നേപ്പാളിൽ കഴിഞ്ഞ 10 വർഷം 15 വർഷം കൊണ്ടുണ്ടായ മാറ്റം ഇന്ത്യയിൽ വരാൻ 2050 നിങ്ങളും ഞാനും കാണും. ഞാൻ ജീവനോടിരിക്കുക, അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾ ജീവനോടിരിക്കുകയാണ്, നിങ്ങളും കാണും. ഈ പറയുന്ന ഹിന്ദു കമ്മ്യൂണിറ്റി, ഇവർ ഈ പറയുന്ന അപ്പർ കാസ്റ്റ് ഹിന്ദു കമ്മ്യൂണിറ്റി, അവരാണ് ഇന്ത്യ ഭരിക്കുന്നത്. അതായത് ഇന്ത്യയിലെ ലോവർ കാസ്റ്റ് മുഴുവൻ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വിട്ടുപോകും. അവർ കൺവേർട്ടാകും. കാരണം ജാതി വ്യവസ്ഥ ഇന്ത്യയുടെ ഉച്ചനീച തത്വങ്ങൾ തന്നെയാണ് ഇതിൻ്റെ കാര്യം. അവർ ഈ കാത്തലിക് സഭയുടെ വർക്ക് അന്നും കാര്യമായിട്ട് ഇന്ത്യയിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതേപോലെയുള്ള ഭീഷണിപ്പെടുത്തലും പരിപാടികളൊക്കെ ഇതുകൊണ്ടൊന്നും പേടിച്ച് പോകുന്നവരല്ല ഈ കാത്തലിക് സഭയുടെ പല പ്രവർത്തനങ്ങൾ. അത് ലോകം മുഴുവൻ അവർ തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ലോകത്ത് എവിടെ പോയാലും അത് കാണാം. പ്രത്യേകിച്ച് മലയാളി കമ്മ്യൂണിറ്റി, അത് മലയാളി കാത്തലിക്സ് ആണെങ്കിൽ നമുക്ക് ലോകം മുഴുവനും കാണാം അവരുടെ പ്രവർത്തനം. ഒരു ബ്രിട്ടീഷുകാരൻ്റെ ഒരു യൂറോപ്പിനെ പോലെയല്ല മലയാളി കമ്മ്യൂണിറ്റിയുള്ള കാത്തലിക്സിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഗ്ലോബലാണ് ഈ സംഭവം. ആഫ്രിക്കയുടെ എല്ലാ സ്ഥലങ്ങളിലും മലയാളി കാത്തലിക്സിൻ്റെ പ്രവർത്തനമുണ്ട്. മലയാളി ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. അവരൊക്കെ ഇതൊന്നും കണ്ടുവന്ന് പേടിച്ചൊന്നും പോകത്തൊന്നുമില്ല. എത്ര കിടന്ന് അമിത്ഷാ കിടന്ന് ചാടിയാലും, മോദി കിടന്ന് തിളച്ചാലും, ഈ പരിവാർ കിടന്ന് തിളച്ചാലും, കാത്തലിക്സിൻ്റെ വർക്ക് അവർ പൂർണ്ണമായിട്ടും, അവർക്ക് പറ്റിയൊരു തെറ്റുണ്ട്, ഇതിനെ പൂർണ്ണമായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യാൻ ശ്രമിച്ചു. കൂടുതൽ അസറ്റുകൾ, അതായത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്ത് ഇവർക്ക് ഭയമുണ്ടായി. അവർ മനസ്സിലാക്കേണ്ടത് അതിലൊന്നും ഭയന്നിട്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഫർദർ ക്ലീനായിട്ട് പോവുക. നിങ്ങളെ ഒന്നും തൊടാൻ ഈ പറയുന്ന ഇന്ത്യ ഭരിക്കുന്ന ഒരുത്തിനും കഴിവില്ല. അത് 100% ഇത് ഗ്ലോബൽ ഇഷ്യൂ ആയിട്ട് മാറും. ഒരു കാര്യം കൂടെ പറയാം. മദർ ടെരേസയുടെ FCRA ക്യാൻസൽ ചെയ്തു. നിങ്ങൾക്കറിയാവുന്ന സംഭവം. BJP ചെയ്ത പരിപാടിയാണ്. അത് ലോകം മുഴുവൻ ഇഷ്യൂ ആയി. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഇഷ്യൂ ആയി. ഒറ്റയാഴ്ച കൊണ്ട് റിവോക്ക് ചെയ്തു. ഇതേ ഉള്ളൂ. അതേപോലെ നിങ്ങൾക്കറിയാം 2 RSSൻ്റെ നേതാക്കൾ അമേരിക്കയിൽ പോയി കാലയെ പിടിക്കുന്നത്. ഇതൊക്കെ ഉള്ളൂ. ഇവിടെ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ കയറി പിടിക്കും. ഇത് കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഗ്ലോബൽ രാജ്യമായിട്ട് മാറി. ഇന്ത്യൻ എന്ന് പറയുന്ന ഗ്ലോബലൈസ്ഡ് ഇന്ത്യനാണ്. അവനൊരു മൂലയ്ക്കകത്ത്, ഒരു വില്ലേജിനകത്ത്, ഒരു ജില്ലയ്ക്കകത്ത് ഇരിക്കുന്ന സംഭവങ്ങളല്ല. ആ രീതിയിലായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനകത്തൊന്നും ഭയക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ താൽക്കാലിക. PC ജോർജ് പറഞ്ഞതും കേരളത്തിലെ RSSൻ്റെ സംഘപരിവാറിൻ്റെ BJP നേതാക്കളൊക്കെ പറയുന്നത് പുച്ഛത്തോടെ ദൂരെ കളയുക. അത് മാത്രമേ ഉള്ളൂ. പോകുന്ന പോക്ക് വേറെ തന്നെ പോവുക. അതിൻ്റെ അകത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വളയേണ്ട ആവശ്യം ഒരു കാരണവശാലും ഇന്ത്യയിലെ ക്രൈസ്തവർക്കും കാത്തലിക് സഭയ്ക്കും ഉണ്ടാവരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭ്യർത്ഥന.